നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ KSRTC ഡ്രൈവർ തർക്കം വിഷയത്തിൽ ഇന്ന് നിർണായക ദിനമാണ്. ഇന്നാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. KSRTC ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇന്നാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴിയെടുക്കുന്നത്. യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന പരാതി, ആ പരാതിയിന്മേലാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് എത്തുന്നത്. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു. KSRTC ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിരുന്നു. മേയറും MLAയും ഉൾപ്പെടെ 5 പേരടങ്ങുന്ന സംഘം KSRTC ബസിന് കുറുകെ കാറിട്ട് തടഞ്ഞ സംഭവത്തിന് പിന്നാലെയാണ് നടുറോഡിൽ വാക്കേറ്റമുണ്ടായത്. പക്ഷേ ഡ്രൈവർ അത്തരത്തിലൊരു ലൈംഗിക ചേഷ്ട കാണിച്ചതുകൊണ്ടാണ് ഈ ഒരു തർക്കത്തിലേക്ക് എത്തിയത് എന്ന ഒരു ആരോപണമാണ് മേയർ ഉന്നയിച്ചത്. മേയറും സംഘവും KSRTC ഡ്രൈവറുമായി വാക്കേറ്റവും നടത്തി. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട തർക്കമാണ് വഴക്കിലേക്ക് എത്തിയത്. ഇതിനിടെ ഡ്രൈവർ ഏതു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന അടക്കം മേയർ പരാതി ഉന്നയിക്കുകയായിരുന്നു. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് ഏതു പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് നടപടിയൊന്നും എടുത്തില്ലായിരുന്നു. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയലും കോടതിയിൽ സമീപിച്ചിരുന്നു. ജില്ലാ കോടതിയിൽ വക്കീൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുത്തിരുന്നു. പക്ഷേ ഈ ഒരു പരാതി ഒരു കഴമ്പില്ലാതെ പോകുമോ എന്ന സംശയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഈ ഒരു സംഭവത്തിന്, അതായത് ഈ ഒരു പരാതിക്ക് തക്ക തെളിവ് പോലീസിന് കിട്ടിയിട്ടില്ലായിരുന്നു. ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ആരോപണം തെളിയിക്കാനുള്ള തെളിവ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിഷയത്തിൽ നിയമോപദേശം കാത്തിരിക്കുകയാണ് പോലീസ്. ഏതു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് കനത്ത വെല്ലുവിളി തീർത്തിരിക്കുകയാണ്. ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനെ ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യം കാണിച്ചതിനും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനുമുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിച്ചത്. എന്നാൽ ബസ്സിലെ CCTV ക്യാമറയിലുള്ള മെമ്മറി കാർഡ് കാണാതായതോടെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. പോലീസ് മാത്രമല്ല, ഈ കേസിൽ യദുവിന്റെ അമ്മ ചോദിച്ചിരിക്കുന്ന ചോദ്യവും നിർണായകമായി മാറുകയാണ്. യദു ലൈംഗിക ചേഷ്ട കാണിച്ചത് മേയർ എങ്ങനെ കണ്ടുവെന്നാണ് യദുവിന്റെ അമ്മയുടെ ചോദ്യം. രണ്ടുപേരും ഓടുന്ന വണ്ടിയിലാകുമ്പോൾ അതെങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് യദുവിന്റെ അമ്മ ചോദിക്കുന്നത്. ഉയരമുള്ള ബസ്സിലിരുന്ന് മകൻ കാണിക്കുന്നത് ഗ്ലാസ് ഇട്ട് പോകുന്ന കാറിലിരുന്ന് എങ്ങനെ കാണാൻ സാധിക്കും? മേയർ നടത്തുന്നത് വ്യാജ ആരോപണമാണ്. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മേയർ മകനെ തന്തയ്ക്ക് വിളിച്ചു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള ചോദ്യം യദുവിന്റെ അമ്മ ചോദിച്ചിരുന്നു. നടുറോഡിൽ വിവാദമായ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ യദു ഓടിച്ചിരുന്ന ബസ്സിൽ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പ്. അതേസമയം ഈ ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ബസ്സിന്റെ വേഗപ്പോട്ട് അഴിച്ച നിലയിലായിരുന്നെന്നും GPS പ്രവർത്തനരഹിതമായിരുന്നെന്നും അധികൃതർ കണ്ടെത്തി. പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു MVDയുടെ പരിശോധന. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറിയിരുന്നു. കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചതെന്നും നേരത്തെ മേയർ ആരോപിച്ചിരുന്നു. എന്തായാലും ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. എന്താണ് ആ മൊഴി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.